എല്ലാവർക്കും സാറാസ് ടെക്നോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാമർ മില്ലാണ്. ഇതിൽ 75 to 100 HP ആണ് ഇതിലെ കണക്റ്റഡ് പവർ. ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത് മുളക്, മല്ലി, മഞ്ഞൾ, അതുപോലെ തന്നെ അരിപ്പൊടി, ഗോതമ്പ്, സ്പൈസസ്, അതുപോലെ ഷുഗർ ഗ്രൈൻഡിങ്ങിന് എല്ലാത്തിനും യൂസ് ചെയ്യാം. നമുക്ക് ഈ മോഡൽ MS-ലും SS 304-ലും 316-ലും അവൈലബിൾ ആണ്. ഇത് ബേസിക്കലി നെഗറ്റീവ് പ്രഷർ ഹാമർ മില്ലാണ്. ഇതിൽ നമുക്ക് സക്ഷൻ വരുന്നത് അടിയിന്നാണ്. അടിയിന്ന് സക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്ലോവർ വഴി മെറ്റീരിയൽ എയർലോക്ക് വാൽവിൻ്റെ സഹായത്തിൽ കൂടെ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. സ്പൈസസിനാണ് ഈ മെത്തേഡ് ഏറ്റവും യൂസ്ഫുൾ ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണയുള്ളതുകൊണ്ട് ക്ലോസ്ഡ് ഹാമർ മില്ലാണെങ്കിൽ രണ്ട് സൈഡുകളിൽ പറ്റി പിടിച്ചിരിക്കും, ബ്ലോക്കേജ് വരും. ഈ ഒരു ഹാമർ മില്ല് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നിലത്തുനിന്ന് വന്ന് ഡയറക്റ്റ് സക്ഷൻ വരും. ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത് പെർ അവറിൽ 400 kg ചില്ലി പൗഡർ ആണ് നമ്മുടെ ഇതിന്റെ ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കണേ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡ്രൈനെസ് ഓഫ് ചില്ലി, കൊറിയാൻഡർ ആൻഡ് ടെർമറിക്. നമുക്ക് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമുക്ക് ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ 00 ആണ്. നമുക്ക് ഫസ്റ്റ് കട്ടിങ്ങിന് എടുക്കണ ടൈം നമുക്ക് ആദ്യം മോണിറ്റർ ചെയ്യാം. ഫസ്റ്റ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മെഷ് മാറ്റണതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫൈൻ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടോപ്പ് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ മെഷ് മാറ്റുന്നതാണ്. ഇതിൻ്റെ ബീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാമർ മില്ല് ഡൈനാമിക് ബാലൻസിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് കട്ടിങ്ങിൻ്റെ മെഷ് റിമൂവ് ചെയ്തു. നമ്മൾ ഇനി ഇതിൻ്റെ ഫൈൻ മെഷ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇത്തരം മെഷുകൾ ഉപയോഗിക്കുന്നത് ടാൽക്കം ഫൈനസ് കിട്ടാൻ വേണ്ടിയാണ്, അതായത് സൂപ്പർ ഫൈൻ ആവാൻ വേണ്ടി. മല്ലിയായാലും മുളകായാലും ആ രീതിയിൽ ഫൈനസ് കിട്ടിയാലാണ് നമുക്ക് നല്ലപോലെ കറികളിൽ അലിഞ്ഞു ചേരുകയും നന്നായി വരികയൊക്കെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം നിങ്ങൾ കാണുന്നത്. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ ഫൈൻ പൗഡർ ഫീഡ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ഫൈൻ ഗ്രൈൻഡിങ്ങിന് എത്ര ടൈം എടുക്കണമെന്നാണ്. അപ്പോൾ ടൈമർ ഓൺ ആവാണ്. നമ്മുടെ ഫൈൻ പൗഡറിന് വന്ന ഗ്രൈൻഡിങ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഇത് വന്നിട്ട് 20 minutes 51 seconds ആണ് നമ്മൾ എടുത്തേക്കണേ 150 kg ഓഫ് ഫൈൻ പൗഡർ ഗ്രൈൻഡ് ചെയ്യാൻ. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.